ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ടാണ്. ഫാദറും ഫാദറിൻ്റെ ഫാദർ അങ്ങനെ ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അവരൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ കാൽപ്പെട്ടി, കൈപ്പെട്ടി, അതുപോലെ തന്നെ ഈ ആടയാഭരണങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള ആഭരണപ്പെട്ടി, അതിന് നമ്മൾ പിന്നീട് അതിനെ നെട്ടൂർ പെട്ടിയെന്നും അറിയപ്പെടുന്നുണ്ട്, ചെല്ലപ്പെട്ടി എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ആമാടപ്പെട്ടി എന്നും പറയപ്പെടുന്നുണ്ട്. ആദ്യം തടിയാണ് ചൂസ് ചെയ്യുന്നത്. എന്ത് തടിയാണ് വേണ്ടത് കണക്കാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തടിയിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ തടിയിൽ അതിൻ്റെ രൂപം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് പെയിൻറ്റിങ്, ഇപ്പോൾ ആഞ്ഞിലിയും പ്ലാവിലൊക്കെയാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ബ്രാസ് വർക്ക്. അപ്പോൾ ബ്രാസ് അത് അപ്പോൾ 2-3 ആദ്യം കാസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കും. ഷീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റിൽ ചെയ്തെടുക്കും. എന്നിട്ട് ഇതിനെ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ കർവ് ചെയ്ത് അത്രയും ഫിനിഷ് ആക്കിയിട്ട് നമ്മളതിനെ ഈ പെട്ടിയിലോട്ട് യോജിപ്പിക്കുക ചെയ്യുക.